മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻഡ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ യൂട്യൂബ് പരമ്പരയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 132ാമത്തെ എപ്പിസോഡിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ അലിയ സെപ്പ എന്ന അധ്യായം ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഹോമിയോപ്പതിയിൽ വളരെ സർവ്വസാധാരണമായി ഉപയോഗിച്ചു പോരുന്നതും വളരെയധികം ഫലപ്രദവും പല സങ്കീർണ അലർജി പോലുള്ള പല സങ്കീർണാവസ്ഥകളിലും കൃത്യമായ ഔഷധം തിരഞ്ഞെടുക്കാൻ സാധിക്കാത്ത അവസ്ഥകളിലും ഒക്കെ നിങ്ങളെ സഹായിക്കുന്ന, രോഗികൾക്ക് വളരെയധികം ആശ്വാസം കൊടുക്കുന്ന, കൃത്യമായൊരു ക്രോണിക് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഒരു ഔഷധമാണ് അലിയസപ്പ. നമുക്ക് അതിനെക്കുറിച്ച് കെൻഡ് തരുന്ന വളരെ കൃത്യവും സൂക്ഷ്മവുമായുള്ള ചിത്രം നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. അലിയം സെപ്പ ഈസ് യൂസ്ഡ് പ്രിൻസിപ്പലി ഫോർ കോൾഡ്സ്. കോൾഡ് എന്ന് പറയുന്നത് ഡബിൾ കൊട്ടേഷനിലിരിക്കുക. കോൾഡ് എന്ന് നമ്മൾ യൂറോപ്യൻസും പറയും, അമേരിക്കൻസും പറയും, ഏഷ്യക്കാരും പറയും, എല്ലാവരും പറയും. അത് സാധാരണ നമ്മൾ ജലദോഷം എന്നുള്ള ഒരു അർത്ഥത്തിൽ പറയുന്നതാണ് കോൾഡ്. അത് ചൂടുകൊണ്ട് വന്നാലും ചൂടുകാലത്ത് വന്നാലും അതിനെ കോൾഡെന്ന് വിളിക്കും. അത് സാർവലൗകികമായിട്ട് അങ്ങനെ പ്രയോഗിച്ചു പോകുന്ന, അതുകൊണ്ടാണ് അതിനെ ഡബിൾ കൊട്ടേഷനിൽ കെൻഡ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ജലദോഷം അല്ലെങ്കിൽ നീരിളക്കം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരർത്ഥത്തിലാണ് കോൾഡ് വരുന്നത്. വിശേഷിച്ചും ഈ അലർജിയുമായിട്ട് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, ഇവിടെ ഹേ ഫീവർ എന്ന് കെൻഡ് പറയുന്നുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മളൊരു അലർജി കേസുകളുണ്ടല്ലോ, അലർജിയുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ, അതാണ് ഇവിടെ വാസ്തവത്തിൽ നമ്മളുടെ സാഹചര്യത്തിൽ പ്രായോഗികമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം. അതിലൊക്കെ വളരെയധികം ഉപകരിക്കുന്നൊരു ഔഷധമാണ് അലിയസപ്പ എന്നാണ് തുടക്കത്തിലെ കെൻഡ് പറഞ്ഞു വെക്കുന്നത്. ദർ ആർ വേരിയസ് ഫേസസ് ഓഫ് ദിസ് കോൾഡ്സ്. ഈ കോൾഡിന്, നമ്മളീ പറയുന്ന ജലദോഷത്തിന് പല ഘട്ടങ്ങളുണ്ട്. ആദ്യം മൂക്കിൽ തുടങ്ങുന്നു, ഇൻ ദ നോസ്, ഇൻ ദ ത്രോട്ട്, പിന്നെ തൊണ്ടയിലേക്ക് കിടക്കുന്നു, ഇൻ ദ ലാരിങ്സ്, അതിൻ്റെ സ്വനപേടകത്തിലേക്ക് ശബ്ദം ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗത്തേക്ക് കിടക്കുന്നു, പിന്നെ അടുത്തതായി ഇൻ ദ ബ്രോങ്കിയൽ ട്യൂബ്സ്, ശ്വാസകോശത്തിലെ ചെറിയ നാളികളിലേക്ക് കിടക്കുന്നു. അതോടെ സംഗതി കുഴപ്പത്തിലാകുകയും ചെയ്യുന്നു. അതാണ് അതിൻ്റെ ഒരു ക്രമം, ഒരു പ്രോഗ്രഷൻ്റെ ഒരു ക്രമം. നമ്മൾ പല ഔഷധങ്ങളും കണ്ടിട്ടുണ്ട്, ഒരു പ്രോഗ്രഷൻ. ഔഷധത്തിന് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ഡിസീസിന് ഒരു പ്രോഗ്രഷൻ ഉണ്ട്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഗ്രഷനുള്ള ഔഷധം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ചികിത്സ എളുപ്പമാവും. ദ പേഷ്യൻറ്റ് ആൻഡ് ഓൾ ദ ഫേസസ് ഓഫ് ഹിസ് കോൾഡ്, ഹിസ് കൊറൈസ, ഹിസ് ലാരിഞ്ചൈറ്റിസ്, ഹിസ് കോഫ്, ഓൾ ഹിസ് കംപ്ലൈൻറ്റ്സ് ആർ അഗ്രിവേറ്റഡ് ബൈ വാംസ്. ഒന്നാമത്തെ കാര്യമാണ് അഗ്രിവേറ്റഡ് ബൈ വാംസ്. അപ്പോൾ നേരത്തെ പ്രോഗ്രഷനിൽ പറഞ്ഞ കാര്യങ്ങൾ, മൂക്ക് മുതൽ ശ്വാസകോശം, ബ്രോങ്കിയൽ ട്യൂബ്സ് വരെ എത്തുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഒരു പേരുകൾ പറഞ്ഞ് വിളിക്കുകയാണ്. കൊറൈസ, ലാരിഞ്ചൈറ്റിസ്, കോഫ്. ഈ എല്ലാ പ്രശ്നങ്ങളും ചൂടുകൊണ്ട് വർദ്ധിക്കുന്നു. അപ്പോൾ അവിടെയാണ് ഈ കോൾഡിനെ ഡബിൾ കൊട്ടേഷൻ ഇട്ടതെന്ന് മനസ്സിലാക്കാനുള്ളത്. ചൂടുകൊണ്ട് വർദ്ധിക്കുന്നൊരവസ്ഥയാണ്. പക്ഷേ നമ്മൾ സാധാരണ ട്രിവിയൽ യൂസേജിൽ കോൾഡ് എന്ന് പറഞ്ഞു പോകും. പക്ഷെ അതിൻ്റെ മൊഡാലിറ്റി, അതിൻ്റെ അലിയസപ്പയുടെ ജനറൽ നേച്ചറിൻ്റെ, ജനറൽ കണ്ടീഷൻ്റെ ഒന്നാമത്തെ മൊഡാലിറ്റി അഗ്രിവേറ്റഡ് ബൈ വാംത്, ചൂട് കൊണ്ടുള്ള വർധന എന്നുള്ള. ആർ വേഴ്സ് ഇൻ എ വാം റൂം എക്സെപ്റ്റിംഗ് ദ ടിക്ലിംഗ് ദ ലാരിങ്സ്. ഈ സ്വനപേടകത്തിലെ, ശബ്ദപേടകത്തിലെ ആ ഒരു ചൊറിച്ചിൽ, ടിക്ലിംഗ് സെൻസേഷൻ, ആ ഒരു കാര്യത്തിലൊഴികെ ബാക്കിയെല്ലാം ചൂടുകൊണ്ട് വർധനയാണ്. ഈ ടിക്ലിംഗ് ഇൻ ദ ലാരിങ്സ് മാത്രം തണുപ്പ് കൊണ്ടുള്ള വർധന, വിച്ച് ഈസ് സംടൈംസ് അഗ്രിവേറ്റഡ് ബൈ ഡ്രോവിങ് ഇൻ കോൾഡ് എയർ. ചില സമയത്ത്, അത് എപ്പോഴും പറയുന്നില്ല, ചില സമയത്ത് തണുപ്പടിക്കുന്നതുകൊണ്ട് ഈ ടിക്ലിംഗ് സെൻസേഷൻ വർദ്ധിക്കും. ഇൻ ദിസ് വേ ദ കോഫ് ഈസ് സംടൈംസ് എക്സൈറ്റഡ് ബൈ കോൾഡ് എയർ. ലാരിങ്സിൻ്റെ ഈ ഒരു മൊഡാലിറ്റിയുള്ള വ്യത്യാസം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റേജാണ് ചുമ, ബ്രോങ്കിയൽ ട്യൂബ്സിലേക്ക് പോയിട്ട്. അപ്പോൾ തണുപ്പടിക്കുമ്പോൾ ചുമ വന്നു, തൊണ്ടക്ക് ചൊറിച്ചിൽ വന്നു, ചുമ വന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു എക്സെപ്ഷനാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അന്വേഷിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തുടർന്ന് മറ്റൊരു ഭാഗത്ത് ഹണ്ടിങ് ഫോർ സിംറ്റംസ് എന്ന് കെൻഡ് പറയുന്നുണ്ട്. ലക്ഷങ്ങളെ വേട്ടയാടി പിടിക്കൽ.
അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ തണുപ്പടിക്കുമ്പോൾ ചുമന്നു എന്ന് പറയുമ്പോൾ അതൊരു ജനറൽ മൊഡാലിറ്റി ആയിട്ട് അതിനെ കരുതരുത്. കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ചൂടായിരിക്കും ആ രോഗിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ലാരിങ്സിലെ പ്രശ്നം, അതിനെ തുടർന്ന് വരുന്ന ബ്രോങ്കിയൽ ട്യൂബ്സിലെ ലങ്സിലെ പ്രശ്നം ചിലപ്പോൾ ചൂട് കൊണ്ട് അഗ്രവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ തണുപ്പ് കൊണ്ട് അഗ്രവേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു മൊഡാലിറ്റീനെ നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് തെറ്റായൊരു ക്രോണിക് മെഡിസിനിലേക്ക് പോകരുത്. അലീസപ്പ ഒരു അക്യൂട്ട് റെമഡിയാണ്, ഷോർട്ട് ആക്ടിംഗ് ആണ്. അപ്പോൾ അതിൽ വലിയ പ്രശ്നമുണ്ടാവില്ല. പക്ഷേ ഇതിനെ തുടർന്ന് ഒരു മാസ്മാറ്റിക് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ ഈ മൊഡാലിറ്റീസ് തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. ബട്ട് ദ പേഷ്യൻറ്റ് ഹിംസെൽഫ് ഈസ് ബെറ്റർ ഇൻ കോൾഡ് എയർ ആൻഡ് സെൻസിറ്റീവ് ടു ഹീറ്റ്. അപ്പോൾ പൊതുവെ പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു എക്സെപ്ഷൻ ഉണ്ടെങ്കിലും ഒരു പേഷ്യൻറ്റിനെ കുറിച്ച് പറയും. പേഷ്യൻറ്റ് ഹിംസെൽഫ് ഓർ പേഷ്യൻറ്റ് ഹെർസെൽഫ് ഈസ് ബെറ്റർ ഇൻ കോൾഡ് എയർ. തണുത്ത വായുവിലാണ് അയാൾക്കൊരു ബെറ്റർ ഫീലിങ്. അയാൾ ചൂടിനോട് സെൻസിറ്റീവാണ്, സെൻസിറ്റീവ് ടു ഹീറ്റ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ കൺഫ്യൂസ്ഡ് ആവരുത്. ഈ ഒരു കാര്യത്തിൽ നിന്നല്ല, എല്ലാ കാര്യങ്ങളിലും ഇതേപോലെ നമ്മൾ സൂക്ഷ്മമായിട്ട് അന്വേഷിച്ചില്ലെങ്കിൽ ഹണ്ടിങ് ഫോർ സിംറ്റം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് നമ്മളെ മനസ്സിൽ ഉറച്ചില്ലെങ്കിൽ തെറ്റായ ഡയഗ്നോസിലേക്ക്, അതായത് തെറ്റായ മെഡിസിൻ സെലക്ഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. മോസ്റ്റ് ഓഫ് ദ സിംറ്റംസ് ആർ വേഴ്സ് ഇൻ ദ ഈവനിങ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഒട്ടുമിക്ക ലക്ഷണങ്ങളും സായാഹ്നത്തിലാണ് വർദ്ധിക്കുന്നത്. സായാഹ്നം എന്ന് പറയുമ്പോൾ നമ്മൾ 4 മണി 5 മണി എന്നല്ല, അത് രാത്രിയിലും ആകാം. ഒരു യൂറോപ്യൻ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺസെപ്റ്റ് അനുസരിച്ച് അവരുടെ സായാഹ്നം, ഈവനിങ് എന്ന് പറയുന്നത് അവരുടെ ഒരു സായാഹ്ന ഭക്ഷണമൊക്കെ സൂര്യൻ അസ്തമിച്ച ശേഷവും ആകാം. കാരണം സൂര്യൻ അസ്തമിക്കുക എന്ന് വെച്ചാൽ നമ്മളുടെ ഇവിടുത്തെ സൂര്യൻ അസ്തമിക്കുന്ന സമയം, അവിടെ ചിലപ്പോൾ 7 മണി 8 മണി 9 മണിക്കൊക്കെ സൂര്യൻ പ്രകാശിച്ച് നിൽക്കുന്ന സമയങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ഭക്ഷണം ആ നേരത്ത് കഴിയും. അപ്പോൾ ഇവർ ഈവനിങ് എന്ന് പറയുമ്പോൾ നമ്മളുടെ രാത്രിയും കൂടി അവിടെ വരും. അപ്പോൾ അത് ഈവനിങ് അഗ്രവേഷൻ എന്ന് പറയുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ രാത്രിയും അവരുടെ ഈവനിങ് ആയിട്ട് വരാം. ദ സിംറ്റംസ് ഓഫ് കൊറൈസ, ദ കോൾഡ് ആൻഡ് ദ ജനറൽ സിംറ്റംസ്. അപ്പോൾ ഈവനിങ് അഗ്രവേഷൻ അല്ലെങ്കിൽ നമ്മൾ ഈ രാത്രി കിടക്കുന്ന നേരം വരെയൊക്കെ ആവുന്ന ഒരു അഗ്രവേഷൻ ജലദോഷത്തിൻ്റെ കാര്യത്തിൽ, അതായത് കോൾഡ്, ഇവിടെ ഡബിൾ കൊട്ടേഷനിൽ വീണ്ടും പറയുന്നത് കൊറൈസയാണ് ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല ജനറൽ സിംറ്റംസ്, പൊതുവെ ജനറൽ കണ്ടീഷനും ആ സമയത്താണ് അഗ്രവേഷൻ. ദീസ് ആർ ദ 2 മോസ്റ്റ് സ്ട്രൈക്കിംഗ് ജനറൽ ഫീച്ചേഴ്സ് ഓഫ് അലിയസപ്പ. അലിയസപ്പയുടെ ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ജനറൽ സിംറ്റംസാണ് വാംത്ത് കൊണ്ട്, ചൂടുകൊണ്ടുള്ള അഗ്രവേഷനും സായാഹ്നത്തിലുള്ള, അതായത് രാത്രി വരെ എത്തുന്ന സമയത്തുള്ള അഗ്രവേഷൻ. ഇത് രണ്ടുമാണ് അലിയസപ്പയുടെ പൊതു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന 2 പ്രധാന ലക്ഷണങ്ങൾ. ഇറ്റ് ഈസ് നോട്ട് സ്ട്രേഞ്ച് ദാറ്റ് ദ ഓൾഡ് ലേഡീസ് യൂസ് ടു ബൈൻഡ് ഓണിയൻസ് ഓൺ ദ ഇയർ ഫോർ ഇയറേക്ക് ആൻഡ് അറൗണ്ട് നെക്ക് ഫോർ സോർ ത്രോട്ട്സ്. ഫോർ ഓണിയൻ ഈസ് very frequently indicated in almost every climate for the effects of cold. അപ്പോൾ ഒരു അമേരിക്കൻ കൺസെപ്റ്റാണ് പറയുന്നത് കെൻറ്റ്. അവിടുത്തെ കെൻറ്റിൻ്റെ ഓൾഡ് ലേഡീസ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 തലമുറ മുമ്പുള്ള സ്ത്രീകൾ തൊണ്ടയിലും കാതിലുമൊക്കെ ഉള്ളി കെട്ടിവെക്കുമായിരുന്നു. കാരണം ചെവിവേദനക്ക്, തൊണ്ടയിലുള്ള പ്രശ്നങ്ങൾക്ക്. നമ്മളിവിടെയാണെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. പക്ഷേ ഉള്ളി മുറിച്ച് തേക്കുന്നൊരു രീതിയുണ്ട്. തൊണ്ടയിലായാലും കാതിലായാലും നെറ്റിക്കായാലും ഈ പ്രശ്നങ്ങൾക്ക് ഉള്ളി മുറിച്ചിട്ട് തേക്കുന്നൊരവസ്ഥ. അതുകൂടാതെ ഉള്ളി നമ്മളുടെ സാധാരണ ഭക്ഷണത്തിൽ, നമ്മളെ കൂട്ടാനിൽ ഒക്കെ, അത് വെജിറ്റേറിയൻ ആയാലും നോൺ വെജ് ആയാലും ശരി, ഉള്ളിയുടെ ഉപയോഗമുണ്ട്, ചുവന്നുള്ളിയുടെ ഉപയോഗം. അപ്പോൾ ഉള്ളി നമ്മളുടെ നിത്യ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ദൈനംദിന ഭക്ഷണത്തിൻ്റെയും ചികിത്സകളുടെയും ഒക്കെ, നാട്ടു ചികിത്സയൊക്കെ ഭാഗമാണ് ഉള്ളി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അലിസപ്പയുടെ പ്രയോഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ചുവന്നുള്ളി പതിവായി ഉപയോഗിക്കുന്നു എന്നുള്ള വസ്തുത മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടുണ്ടാകുന്ന ഉള്ളിയുടെ എക്സസീവ് ഉപയോഗം ഉണ്ടാകുന്ന ഒരു സ്ലൈറ്റ് പോയ്സണിങ്ങും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അലിസപ്പയുടെ ചില പ്രയോഗങ്ങളിൽ അത് നമുക്ക് ഗുണകരമായിട്ടും ഭവിക്കും. കോൾഡ് ഡാംപ് പെനിട്രേറ്റിംഗ് വിൻസ് ഇൻ എനി ക്ലൈമറ്റ് ആർ ലൈക്ലി ടു ബ്രിങ് ഓൺ അലിയസപ്പ കംപ്ലൈൻറ്റ്സ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തണുത്ത ഈർപ്പമുള്ള
തുളച്ചു കയറുന്ന കാറ്റുകൾ ഇൻ എനി ക്ലൈമറ്റ്, ഏത് കാലാവസ്ഥയിലും തണുത്ത ഈർപ്പമുള്ള തുളച്ചു കയറുന്ന കാറ്റുകൾ ആർ ലൈക്ലി ടു ബ്രിങ് ഓൺ അലിയസപ്പ സിംപ്റ്റംസ്, അലിയസപ്പ പ്രശ്നങ്ങളെ കൊണ്ടുവരും. കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ എന്തൊക്കെയാണ്? കൊറൈസ, ഇൻഫ്ലുവൻസ ഓർ വാട്ട് എവർ ദേ മേ ബി കോൾഡ്, ലാഗ്രിപ്പെ, ഇതെല്ലാം പല നാടുകളിലുള്ള വാക്കുകളാണ്. കൊറൈസ എന്ന് പറയുന്നു, ഇംഗ്ലീഷുകാരങ്ങനെ പറയുന്നു. ലാഗ്രിപ്പെ എന്ന അവിടുത്തെ സ്പാനിയാർഡ്സിൻ്റെ ഒരു പ്രയോഗമാണ്. ഇൻഫ്ലുവൻസ എന്ന് വേറൊരു വംശം പറയുന്നു. അങ്ങനെ US വിവിധ വംശങ്ങളുടെ പ്രയോഗങ്ങളൊക്കെ എന്ത് പറയുന്നത്. അപ്പം നമ്മളിവിടെ തണുപ്പ്, ജലദോഷം എന്നുള്ള ഒരു കൺസെപ്റ്റ് എടുത്താൽ മതി. ആൻഡ് യൂഷ്വലി ദർ ഇസ് എ കൺജസ്റ്റീവ് ഹെഡേക്ക്, സാധാരണ ഇതിനോടൊപ്പം കൺജസ്റ്റീവ് ആയിട്ടുള്ള ഒരു തലവേദന കൂടിയുണ്ട്. ഇനി എന്തൊക്കെയാണ്? റോണസ് ഇൻ ദ നോസ്, കോപ്പിയസ് ഫ്ലോ ഓഫ് വാട്ടർ ഫ്രം ഐസ് വിച്ച് ഈസ് ഓൾവേസ് ബ്ലാൻഡ്, കോപ്പിയസ് വാട്ടർ ഇസ് ഡിസ്ചാർജ് ഫ്രം ദ നോസ് വിച്ച് ഈസ് ഓൾവേസ് എക്സ്കോറിയേറ്റിംഗ്. അപ്പോൾ മൂക്കിൽ ഒരു റോനസ്, കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വളരെയധികം ഒലിപ്പ്. ഈ കണ്ണിൽ നിന്നുള്ള വെള്ളമൊലിപ്പിനും മൂക്കിൽ നിന്നുള്ള വെള്ളമൊലിപ്പിനെയും തമ്മിൽ കൃത്യമായിട്ട് വ്യത്യാസപ്പെടുത്തി പറയുന്നുണ്ട്. കണ്ണിൽ നിന്ന് വെറുതെ ബ്ലാൻഡാണ്, വിശേഷമൊന്നും പറയാനില്ല, വെറുതെ വെള്ളം ഒഴുകുന്നു. പക്ഷെ മൂക്കിൽ നിന്നുള്ള ഒലിപ്പ് എക്സ്കോറിയേറ്റിംഗ് ആണ്. അവിടെ മൂക്കിൽ തൊലിയെ ദ്രവിപ്പിച്ച് കളയും. ആസിഡിക് നേച്ചറിന് നടത്തും. നമ്മൾ പലപ്പോഴും ആ ഒരു നേച്ചർ കണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ ഈ മൂക്കിൽ നിന്നിങ്ങനെ വെള്ളമൊലിച്ചിട്ട് ഇവിടേക്ക് ഇങ്ങനെ തൊലി പോയി ചുവന്നുള്ള കുട്ടികളെ കാണുമായിരുന്നു. സിംറ്റംസും സ്റ്റേറ്റ് ഓഫ് ഡിസീസും കുറേ കൂടി ഇന്നത്തേക്കാൾ കമ്പാരിറ്റീവ്ലി സിമ്പിളറായിരുന്നൊരു കാലഘട്ടത്തിൽ, അതായത് ഒരു 50 വർഷമൊക്കെ മുമ്പിൽ എൻ്റെയൊക്കെ ഒരു ബാല്യ ശൈശവ കാലഘട്ടത്തിൽ സ്കൂളിലൊക്കെ ഉള്ള കുട്ടികളെ കാണുമായിരുന്നു. ഇപ്പം എന്നെ കാണുന്നില്ല. കാരണം കോവിഡിനൊക്കെ പലതരം മരുന്നുകൾ വന്നു കഴിഞ്ഞു. കോവിഡിനെ സുഖപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മരുന്നുകളിൽ നിന്ന് വാങ്ങിക്കഴിക്കാവുന്ന തരത്തിലുള്ള മരുന്നുകൾ, മിഠായി രൂപത്തിലുള്ള മരുന്നുകൾ ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ സിംറ്റംസ് മാറുന്നു, സിംറ്റംസ് സപ്രസ്ഡ് ആവുന്നു, വേറെ രൂപത്തിൽ വരുന്നു. അപ്പം നമുക്കിന്നിപ്പോൾ നാട്ടിൽ ഇതേപോലുള്ള കുട്ടികളെ മൂക്കിലിൻ്റെ കീഴെ തൊലി പോയ ആളുകളെ കാണാൻ പ്രയാസമാണ്. പക്ഷെ അലിയസപ്പയുടെ സിംറ്റമാണത്. പക്ഷെ കണ്ണിൽ നിന്ന് വരുന്നതിന് അതില്ല, വളരെ ബ്ലാൻഡാണ്, സാധാരണ വെള്ളം. റോണസ് ഇൻ ദ ലാരിങ്സ് ആൻഡ് ത്രോട്ട്, ഈ സ്വനപേടകത്തിലും തൊണ്ടയിലും റോണസ്, അവിടെ തൊലി പോയ പോലെ ഒരു എക്സ്റ്റെൻഡിങ് ഡൗൺ ഇൻ ടു ദി ചെസ്റ്റ്, അത് നെഞ്ച് വരെ, ശ്വാസകോശങ്ങൾ വരെ അത് വരാം ആ റോണസ്. റോണസ് ഇൻ ദ നോസ്, മൂക്കിലും ആ ഫീലിംഗ് വരാം, തൊലി പോയി. അപ്പോൾ ചെറിയൊരു കാറ്റിൽ ചാപ്പിലും വളരെ സെൻസിറ്റീവ് ആവുന്ന നിർത്താം ആ റോണസ് എന്ന് പറയുന്നത്. ഒരു പച്ച മാംസം പുറത്തു പോകുന്ന അവസ്ഥയാണ് ഈ റോണസ് കണ്ടീഷൻ. ഇൻ 24 hours ഇറ്റ് റീച്ചസ് ദ ലാരിങ്സ്, മൂക്കിൽ തുടങ്ങി 24 മണിക്കൂറിനുള്ളിൽ അത് സ്വനപേടകത്തിലെത്തും, ലാരിങ്സിലെത്തും. പിന്നെന്താ? കോഫ് എക്സൈറ്റഡ് ബൈ ടിക്ലിംഗ് ഇൻ ദ ലാരിങ്സ് ആൻഡ് വെൻ ലൈയിങ് ഡൗൺ അറ്റ് നൈറ്റ് ഇൻ വാം റൂം. അപ്പോൾ അടുത്ത ഘട്ടം ചുമയാണ്. അതെങ്ങനെയാണ്? എക്സൈറ്റഡ് ബൈ ടിക്ലിംഗ് ഇൻ ദ ലാരിങ്സ്, ഈ സ്വനപേടകത്തിൽ ശബ്ദം പുറപ്പെടുന്ന ഭാഗത്ത് ഒരു ഇക്കിളി പോലെ, ഒരു ചൊറിച്ചിൽ പോലെ, കുത്തൽ പോലെയൊക്കെ വന്നിട്ട് ചുമ വരുന്നു. അത് രാത്രിയിൽ കിടക്കുമ്പോൾ ചൂടുള്ള മുറിയിൽ ഒക്കെ ഇത് വർദ്ധിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു മൊഡാലിറ്റി. ഇനി വീണ്ടും പറയുകയാണ്, ഓൺ ഗോയിങ് ടു ബെഡ് ഇൻ ഈവനിങ് അലിയം ഹാസ് ഇറ്റ്സ് മോസ്റ്റ് ട്രബിൾസം അഗ്രവേഷൻ. കേട്ടോ, സായാഹ്നത്തിൽ, രാത്രിയിൽ എന്ന് പറയാം, രാത്രിയിൽ നമ്മുടെ കണക്കനുസരിച്ച് നമ്മളുടെ ഒരു കാലാവസ്ഥയിൽ 6 മണിക്കൊക്കെ ഏറി വന്നാൽ 6:30, 7 മണി, 7 മണിക്കപ്പുറം നമ്മുടെ നാട്ടിലൊന്നും സൂര്യപ്രകാശം കിട്ടില്ല. വേനൽക്കാലത്ത് രാത്രി ഒരു 7 മണി വരെയൊക്കെ ഏറി വന്നാൽ നമുക്ക് പ്രകാശം ഉണ്ടാവും. അപ്പോൾ ഈ വെസ്റ്റേൺ കൺട്രീസിൽ, ഹയർ ലാറ്റിറ്റ്യൂഡ്സിൽ 8 മണി 9 മണിക്കൊക്കെ സൂര്യനിങ്ങനെ കാണും. അപ്പോൾ സായാഹ്നത്തിൽ കിടക്കയിൽ പോകുമെന്ന് പറയുമ്പോൾ നമ്മുടെ രാത്രിയിൽ കിടക്കാൻ പോകുന്നത് വരെ ആ ഒരു സമയത്താണ് അലിയസപ്പയുടെ ഏറ്റവും വിഷമമേറിയ ലക്ഷണങ്ങൾ കാണുന്നത്. മോസ്റ്റ് ട്രബിൾസം സിംറ്റംസ്. വളരെ ശ്രദ്ധിക്കണം. ഐ ഹാവ് ഹേർഡ് പേഷ്യൻസ് ഡിസ്ക്രൈബ് ദ പെയിൻ ഇൻ ലാരിങ്സ് ഓൺ കോഫിംഗ്. ചുമക്കുമ്പോൾ ഈ സ്വനപേടകത്തിൽ ശബ്ദം പുറപ്പെടുന്ന ഭാഗത്ത് ഉള്ള വേദനയെക്കുറിച്ച് രോഗികൾ വിശദീകരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ പറയുകയാണ്, എന്താണത്? സെയിങ് ദാറ്റ് ഇറ്റ് ഫെൽറ്റ് ആസ് ഇഫ് സംവൺ വാസ് റീച്ചിങ് ഡൗൺ വിത്ത് എ ഹുക്ക് അറ്റ് എവറി കോഫ്. ഓരോ ചുമയിലും ഈ സ്വനപേടകത്തിലേക്ക്, തൊണ്ടയിൻ്റെ ആ ഭാഗത്തേക്ക്, ശബ്ദം പുറപ്പെടുന്ന ഭാഗത്തേക്ക്
ഒരു കൊളുത്തുമായിട്ട് കടന്നു ചേരുന്ന പോലെ, കൊളുത്ത് വലിക്കുന്ന പോലെ, നേരത്തെ മുള്ളു കറക്കുന്ന പോലെ വേദന എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രോഗികളത് പറയും, രോഗികളുടെ അനുഭവമാണത്, കൃത്യമായിട്ട് അത് അനുഭവിക്കുന്ന കാര്യം പറയുന്നത്. അപ്പോൾ അത് കേട്ടിട്ടുണ്ടെന്നാണ് എന്ത് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഡേ ടു ഡേ പ്രാക്ടീസിൽ കേട്ടുള്ള കാര്യമാണ്. ടിയറിങ് ഇൻ ദ ലാരിങ്സ് വിത്ത് എവറി കോഫ്, ഓരോ ചുമയിലും ലാരിങ്സിന് ഇങ്ങനെ ടിയറിങ് പെയിൻ, സ്നീസിങ്, റോനസ് ഓഫ് ഓൾ ദ മ്യൂക്കസ് മെംബ്രെയിൻസ് ആൻഡ് ദാറ്റ് ടിയറിങ് കോഫ്, ഓൾ സിംറ്റംസ് വേഴ്സ് ഇൻ എ വാം റൂം ആൻഡ് ഇൻ ദ ഈവനിങ്. ഉണ്ടോ, ഇറ്റ് ഈസ് അസ്റ്റോണിഷിങ് ഹൗ ക്വിക്ക്ലി ദ ഒണിയൻ വിൽ ബ്രേക്ക് അപ്പ് ദ കോൾഡ്. അപ്പോൾ ഈ ഒരു കോൾഡ് എന്തിനാണ്? തുമ്മൽ, നീരിളക്കം, മ്യൂക്കസ് മെംബ്രെയിനിലെല്ലാം ആ റോനസ്, ഒരു പച്ചയായൊരു ഫീൽ, പച്ച മാംസം എക്സ്പോസ് ചെയ്ത പോലൊരു ഫീല്, ടിയറിങ് കോഫ്, വല്ലാതെ ഇങ്ങനെ പിടിച്ചുലക്കുന്ന പിരിക്കുന്ന തരത്തിലുള്ള ചുമ, ഈ എല്ലാ ലക്ഷണങ്ങളും ചൂടുള്ള മുറിയിൽ സന്ധ്യയ്ക്ക് രാത്രിയിൽ വർദ്ധിക്കുന്നു. ഇതാണ് ഒരു അലിയസപ്പയുടെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. ഇനി എൻ്റെ കൂടിച്ചേർക്കുന്നത് എന്താ? അസ്റ്റോണിഷിങ്, നമ്മൾ അത്ഭുതപ്പെടുത്തും. ഈ ഉള്ളി അലിയസപ്പ അതിനെ ആ അവസ്ഥ എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു എന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. അപ്പോൾ ആ അത്ഭുതം നിങ്ങൾക്കും പ്രാക്ടീസിൽ കാണാൻ പറ്റും. കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രയോഗിച്ചു കഴിഞ്ഞാൽ അലിയസപ്പയുടെ അത്ഭുതം മനസ്സിലാക്കാൻ പറ്റും. ഞാനത് കണ്ടിട്ടുണ്ട്. ഡോക്ടർ ജൻബാബുവും ഞാനും കൂടി സംയുക്തമായിട്ട് ചില കേസുകൾ എടുത്തിട്ടുണ്ട്. ആ 90കളുടെ തുടക്കത്തിലും മറ്റുമൊക്കെ ചില കേസുകൾ ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് കേസ് ഞങ്ങൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട്, കേസ് ടേക്കിംഗ് നടത്തിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കേസ് സ്റ്റഡിയിൽ കൃത്യമായിട്ട് ഔഷധം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ അലിയസപ്പയിലേക്ക് വന്നു. അലിയസപ്പ കേസിനെ ബ്രേക്ക് ചെയ്തു. ഇപ്പോൾ ഒണിയൻ വിൽ ബ്രേക്ക് അപ്പ് എന്ന് പറയില്ലേ, അലിയസപ്പ കേസിനെ ബ്രേക്ക് ചെയ്തു. ഒണിയൻ വിൽ ബ്രേക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ തന്നെ നിങ്ങളതിനെ എടുക്കണം. കൃത്യമായിട്ട് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇത്തരം കണ്ടീഷൻസിനെ അലിയസപ്പ ശരിക്കും ബ്രേക്ക് ചെയ്യും. നൗ വി വിൽ ടേക്ക് അപ്പ് ദ പർട്ടിക്കുലേഴ്സ് ഓഫ് ദ കൊറൈസ. ഇനി ജലദോഷത്തിൻ്റെ പർട്ടിക്കുലേഴ്സ്, അതിൻ്റെ കൂടുതൽ സവിശേഷതകൾ നമുക്ക് പരിഗണിക്കാമെന്ന് പറയുന്നു. എമംഗ് ദ ഏർലിയർ സിംറ്റംസ് വിൽ ബി ദ സ്നീസിങ്. ഏർലിയർ സിംറ്റംസ്, തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ സ്നീസിങ് ആണ്, തുമ്മൽ. അത് ഒന്നാമത്തെ കാര്യം. വിച്ച് കംസ് വിത്ത് ഇൻക്രീസിങ് ഫ്രീക്വൻസി. ഈ തുമ്മലിൻ്റെ ഫ്രീക്വൻസി കൂടിക്കൊണ്ടിരിക്കും. ആദ്യം വല്ലപ്പോഴും, പിന്നെ ഇടയ്ക്കിടയ്ക്ക്, പിന്നെ തുടർച്ചയായിട്ട് ആ ഫ്രീക്വൻസി കൂടിക്കൊണ്ടിരിക്കും. ഇനി അടുത്തായിട്ട് എന്താ? എ വാട്ടറി ഡിസ്ചാർജ്. അതാണ് അടുത്തത്. തുമ്മൽ വരുന്നു, പിന്നീട് വെള്ളം പോലുള്ള ഡിസ്ചാർജ്, മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നൊക്കെ വരാം. ഡ്രിപ്സ് ഫ്രം ദ നോസ് കോൺസ്റ്റൻ്റ്ലി. മൂക്കിൽ നിന്ന് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വരും. ബേൺസ് ലൈക്ക് ഫയർ, തീ പോലെ പൊള്ളും. ആൻഡ് എസ്കോറിയേറ്റ്സ് ദ അപ്പർ ലിപ്സ് ആൻഡ് വിങ്സ് ഓഫ് ദ നോസ് അണ്ടിൽ ദർ ആർ റോനസ് ആൻഡ് റെഡ്നസ്. അത് മൂക്കിനെയും മേൽചുണ്ടിനെയും അതിങ്ങനെ പൊള്ളിച്ച് അവിടുത്തെ തൊലി കളഞ്ഞ് ചുവന്ന നിറത്തിൽ ആ പച്ച മാംസം പുറത്തു വരും. നോട്ടീസ് ദാറ്റ് ദ ഫ്ലൂയിഡ് ഫ്രം ദ നോസ് ഇസ് എക്സ്കോറിയേറ്റിംഗ് ആൻഡ് ദ ഫ്ലൂയിഡ് ഫ്രം ദ ഐസ് ബ്ലാൻഡ്. കണ്ണിൽ നിന്ന് വരുന്ന വെള്ളം ബ്ലാൻഡാണ്, അതിന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. മൂക്കിൽ നിന്ന് വരുന്നതാണ് ഈ പൊള്ളിക്കുന്നതും തൊലി കളയുന്നതും. ഇനി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പാരിസൺ പറയുകയാണ്. എന്താണ്? ബിയർ ദാറ്റ് ഇൻ മൈൻഡ്, ഫോർ വെൻ വി കം ടു സ്റ്റഡി യുഫ്രേഷ്യ വി വിൽ ഫൈൻഡ് ജസ്റ്റ് ദ ഓപ്പോസിറ്റ്. നമ്മൾ യുഫ്രേഷ്യ കാര്യം പറയുമ്പോൾ നേരെ തിരിച്ച, കണ്ണിൽ നിന്ന് വരുന്നത് പൊള്ളിക്കുന്നതാണ്, മൂക്കിൽ നിന്ന് വരുന്നത് വെറുതെ ബ്ലാൻഡാണ്. യുഫ്രേഷ്യ ഈ കണ്ണിക്കേട് അല്ലെങ്കിൽ ചെങ്കണ്ണ് എന്ന് പറയുന്ന അവസ്ഥയിൽ യുഫ്രേഷ്യ വളരെ സാധാരണമായിട്ട് നമ്മൾ ഉപയോഗിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അത് കണ്ണിൽ നിന്ന് വരുന്നതാണ് ഈ പൊള്ളിക്കുന്നത്. കണ്ണിനെ പൊള്ളിച്ച് നീറ്റലും കുത്തലും ഒക്കെ ഉണ്ടാക്കും. യുഫ്രേഷ്യ വളരെ ഭംഗിയായിട്ട് ഈ ചെങ്കണ്ണിനെ സുഖപ്പെടുത്തും. അത് നിങ്ങൾ ഇപ്പോൾ തന്നെ അത് അനുഭവം ഉള്ളതായിരിക്കും ചിലപ്പോൾ. വിൽ ഫൈൻഡ് ജസ്റ്റ് സച്ച് എ വാട്ടർ ഡിസ്ചാർജ് ഫ്രം ദ നോസ് ആൻഡ് സച്ച് കോപ്പിയസ് ലാക്രിമേഷൻ. ദ ലാക്രിമേഷൻ ഈസ് ആക്രിഡ് ആൻഡ് ദ ഡിസ്ചാർജ് ഫ്രം ദ നോസ് ബ്ലാൻഡ്. അത് യുഫ്രേഷ്യയുടെ കാര്യത്തിൽ. ദ നേസൽ ഡിസ്ചാർജ് ഓഫ് സെപ്പ ഫെയർലി ഈറ്റ്സ് ദ ഹെയർ ഓഫ് ദ അപ്പർ ലിപ്സ്. പുരുഷന്മാരുടെ കാര്യത്തിൽ ഈ അലീസപ്പയുടെ ഈ ഡിസ്ചാർജ് മേൽചുണ്ടിലെ മേൽമീശയെ എടുത്തു കളയും. മേൽമീശ ദ്രവിച്ച് അല്ലെങ്കിൽ പൊഴിഞ്ഞു പോകും, അത്രക്ക് എസ്കോറിയേറ്റിംഗ് ആണ്. ആൻഡ് ദർ ഈസ് മച്ച് കൺജഷൻ ദാറ്റ് ദ പേഷ്യൻ്റ് ഹാസ് എ സെൻസേഷൻ ഓഫ് ഫുൾനെസ് ഇൻ ദ നോസ് വിത്ത് ത്രോബിങ് ആൻഡ് ബേണിങ് ആൻഡ് സംടൈംസ് നോസ് ബ്ലീഡ്. അപ്പോൾ ഈ കൺജഷൻ, ഈ നിറഞ്ഞ് കെട്ടി നിൽക്കുന്ന ആ ഒരു ഫീല് വർദ്ധിച്ചിട്ട്
മൂക്കിങ്ങനെ നിറഞ്ഞിരിക്കുന്ന പോലെ വിങ്ങുന്ന പൊള്ളുന്ന അനുഭവം, ചിലപ്പോൾ അത് മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം വരെ വരാം, മൂക്കിൽ നിന്ന് രക്തസ്രാവം വരെ എത്തും. പെയിൻസ് ത്രൂ ദ ജോസ് ഇൻ ദ ഫേസ് ആൻഡ് ദീസ് പെയിൻസ് എക്സ്റ്റെൻഡ് ഇൻ ടു ഹെഡ്. അപ്പോൾ താടിയിൽ, മുഖത്ത്, ഇതെല്ലാം തലവരെ എത്തുന്ന വേദന ഉണ്ടാവാം. ഡൾ ഫ്രോണ്ടൽ ഹെഡേക്ക്, ഒക്സിപിറ്റൽ ഹെഡേക്ക്, ഹെഡേക്സ് വെരി സിവിയർ ആൻഡ് ദ ഐസ് കനോട്ട് സ്റ്റാൻഡ് ദ ലൈറ്റ്, ടിയറിങ്, ബേഴ്സ്റ്റിംഗ്, ത്രോബിങ് ഇൻ ദ ഹെഡ്. അപ്പോൾ തലവേദനകളും എല്ലാത്തരം തലവേദന, ഡൾ ഫ്രോണ്ടൽ ഹെഡേക്കും ഒക്സിപിറ്റൽ ഹെഡേക്കും, വളരെ ശക്തമായ ഹെഡേക്കും, കണ്ണിൽ വേദന, പ്രകാശം കാണാൻ പറ്റില്ല, കണ്ണ് മൂടി വരും, തുണി കൊണ്ടും കണ്ണ് മൂടിക്കളയും, ടിയറിങ്, ബേഴ്സ്റ്റിംഗ്, ത്രോബിങ് ഹെഡ്, തലയിൽ എല്ലാത്തരം പ്രശ്നങ്ങളുണ്ട്. ഞാൻ ബാബുചേട്ടനും ഞാനും കൂടി എടുത്ത ഒരു കേസിനെ കുറിച്ച് പറഞ്ഞു. മൈഗ്രെയിൻ എന്ന് മുദ്രകുത്തിയ ഒരു കേസായിരുന്നു. ആ പേഷ്യൻ്റ് എടുക്കാത്ത ചികിത്സകളില്ല. നാട്ടു ചികിത്സ, അലോപ്പതി ചികിത്സ, ആയുർവേദ ചികിത്സ, ഹോമിയോപ്പതി ചികിത്സ, പല ഡോക്ടർമാരുടെ അടുത്ത് പോയി. പക്ഷേ ഒരു ശമനവും കിട്ടിയില്ല. വളരെ കടുത്ത തലവേദന. ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് കേസ് എടുത്തത്. പക്ഷെ കേസിൽ സാധാരണ ബാബുചേട്ടൻ കേസെടുത്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആ സ്ട്രോങ് ജനറൽസ് അദ്ദേഹം കണ്ടുപിടിക്കും. പക്ഷെ ആ കേസിൽ അത് അങ്ങനെ കിട്ടിയില്ല. കൃത്യമായിട്ടുള്ളൊരു ക്രോണിക് റെമഡി കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും? ആ പേഷ്യൻ്റാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. ആ ഒരു കണ്ടീഷനിൽ ഞങ്ങൾ വളരെയധികം ചർച്ച, പേഷ്യൻ്റെ പേര് പറഞ്ഞു വിട്ടു, തൽക്കാലം ബയോകെമിസ്റ്റെ കൊടുത്ത് പറഞ്ഞു വിട്ടു. പിന്നീട് ഞങ്ങൾ പല ദിവസങ്ങളായി ഇരുന്ന് ചർച്ച ചെയ്തെടുത്തൊരു തീരുമാനമാണ് അലിയസപ്പ കൊടുക്കുക. അലിയസപ്പ ഡെയിലി 30 ഡെയിലി ഡോസ്. 30 എന്ന് പറയുന്നൊരു മോഡറേറ്റ് പൊട്ടൻസിയാണ്. അപ്പോൾ ഈ ബാബുചേട്ടൻ അങ്ങനെ മരുന്നുകൾ റിപ്പീറ്റ് ചെയ്യുന്ന ആളല്ല, ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാറില്ല. ഇവിടെ റിപ്പീറ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ചതിൻ്റെ പിന്നിലൊരു ഘടകം, അത് ബാബുചേട്ടൻ്റെ ആ ഒരു ഹോമിയോപ്പതിക് ജീനിയസ് പ്രവർത്തിച്ചൊരു സന്ദർഭമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അലിയസപ്പ അല്ലെങ്കിൽ ഉള്ളി, ചുവന്ന ഉള്ളിക്ക് സ്ഥിരമായുള്ള ഉപയോഗമുണ്ട്. നമ്മൾ കൂട്ടാനിൽ ഉപയോഗിക്കും, ചില ചികിത്സയ്ക്ക് ഉപയോഗിക്കും, അങ്ങനെ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് പോകുന്നതാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതുണ്ട്, അലിയസപ്പ ഉണ്ട്, ഉള്ളിയുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ ഉള്ളി ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു ഒണിയൻ പോയിസണിങ് അവിടെ സംഭവിക്കുന്നുണ്ട്. വളരെ മൈൽഡാണത്. നമ്മളൊരു പരമ്പരാഗത ഉപയോഗമാണ്, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഈ 30th ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്നാമത് ഷോർട്ട് ആക്ടിങ് ആണ്, വെജിറ്റബിൾ കിങ്ഡമാണ്. എന്തെങ്കിലും ലെഫ്റ്റ് ഓവർ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ദൈനംദിന ഉപയോഗത്തിൽ ആ ഒരു ഒണിയൻ പോയിസണിങ്ങും ഈ അലിയസപ്പ 30 പോലുള്ളൊരു മോഡറേറ്റ് ഡോസ് നമ്മൾ അത് ന്യൂട്രലൈസ് ചെയ്ത് പോകും. പിറ്റേ ദിവസത്തേക്ക് അതിൻ്റെ ഒരു ലെഫ്റ്റ് ഓവർ സിംറ്റം ഉണ്ടാവില്ല. അപ്പോൾ ഒരു പകൽ സമയത്ത്, രാത്രി കഴിക്കരുത്, പകൽ സമയത്ത് ഒരു അലിയസപ്പ 30 പോലുള്ള ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ ലോവർ പൊട്ടൻസി ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു ഡെയിലി യൂസ് കൊണ്ട് കുഴപ്പമില്ല എന്നുള്ളൊരു ജഡ്ജ്മെൻ്റായിരുന്നു ബാബുചേട്ടൻ നടത്തിയത്. അത് ശരിയായിരുന്നുവെന്ന് അനുഭവം കൊണ്ട് തെളിയിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ വർഷങ്ങളോളം ആ പേഷ്യൻ്റ് അലട്ടിയിരുന്ന ആ മൈഗ്രെയിൻ, ഒരിച്ചെന്നിക്കൊത്ത് എന്ന് പറയുന്ന പ്രശ്നം അത് മാറിപ്പോയി. അതിൻ്റെ കൂട്ടത്തിൽ വേറൊന്നു കൂടി ചെയ്തിരുന്നു. ഒരു കൽക്കേറിയ കാർബ് സംശയിച്ച ഒരു കേസ് കൂടിയായിരുന്നു. അങ്ങനത്തെ തലവേദന, റെഡിഷ്നെസ്, ഒരു ഇൻറ്റൻസിറ്റി, ബെലഡോണയുടെ ഒരു ഇൻറ്റൻസിറ്റി, ബെലഡോണയുടെ ഒരു ചായവും കൂടി കണ്ടിരുന്നു. അതുകൊണ്ട് ചെയ്തതെന്താണെന്ന് വെച്ചാൽ അത് മറ്റൊരു വളരെ എന്താ പറയുക, ഒരു ജീനിയസ്, ജൻബാബുവിൻ്റെ ഒരു ഹോമിയോപ്പതിക് ജീനിയസ് പ്രവർത്തിച്ചൊരു സന്ദർഭമായിരുന്നു. ബെലഡോണ കൊടുക്കുക എങ്ങനെയാണ്? ആഴ്ച ഒരു ഡോസ്, ഒരാഴ്ചയിൽ, ഉദാഹരണത്തിന് ശനിയാഴ്ച രാത്രി 30 കൊടുക്കുന്നു. അന്ന് അലിയസപ്പ കഴിക്കുന്നില്ല. ശനിയാഴ്ച കഴിക്കുന്നില്ല, അന്ന് അലിയസപ്പ കഴിക്കുന്നില്ല. രാത്രി 30 കഴിക്കുന്നു. പിറ്റേ ദിവസം ഞായറാഴ്ച റെസ്റ്റ്, ഒന്നും ചെയ്യുന്നില്ല, പരമാവധി വിശ്രമിക്കുന്നു. അന്നും അലിയസപ്പ കഴിക്കുന്നില്ല. തിങ്കളാഴ്ച മുതൽ വീണ്ടും അലിയസപ്പ കഴിക്കുന്നു. അടുത്ത ശനിയാഴ്ച രാത്രിയിൽ ബെലഡോണ 200 കഴിയുന്നു. അന്നും അലിയസപ്പ ഇല്ല, പിറ്റേ ദിവസവും ഇല്ല. പിറ്റേ ശനിയാഴ്ച വീണ്ടും 30 ബെലഡോണ. അപ്പം അങ്ങനെ വരുമ്പോൾ ബെലഡോണ നിങ്ങൾക്കറിയാം വളരെ ഷോർട്ട് ആക്ടിങ് ആണ്. ഒരു ദിവസമൊക്കെ അതിൻ്റെ ആക്ഷൻ ഉള്ളൂ.
ഇനി ഒരാഴ്ച നീണ്ടു നിന്നാൽ പോലും എന്തെങ്കിലും ലെഫ്റ്റ് ഓവർ സിംറ്റംസ് ഉണ്ടെങ്കിൽ 200 കൊണ്ട് 30 ആ ലെഫ്റ്റ് ഓവർ സിംറ്റംസിനെ ആൻറ്റിഡോട്ട് ചെയ്യും. പിന്നീട് 200 ആയിരിക്കും പ്രവർത്തിക്കുന്നത്. അത് അടുത്ത ശനിയാഴ്ച വരുമ്പോഴേക്കും പിന്നെ 30 വരുന്നു. ഈ 200 എന്തെങ്കിലും ലെഫ്റ്റ് ഓവർ ഉണ്ടെങ്കിൽ 30 അതിനെ ആൻറ്റിഡോട്ട് ചെയ്യുന്നു. അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ബെൽഡോണ പോകുന്നു, വീക്ക്ലി ഡോസ് പോകുന്നു, ഡെയിലി അലീസ പോകുന്നു. എക്സെപ്ഷൻ എന്താണ്? ശനിയാഴ്ചയും ഞായറാഴ്ചയും കഴിക്കുന്നില്ല. അത് ബെൽഡോണയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. ഇതായിരുന്നു ആ സ്കീം. 3 മാസം കൊണ്ട് പെർഫെക്റ്റ്ലി ആ ഒരു തലവേദന, വർഷങ്ങളോളം ആ പേഷ്യൻ്റ് അലട്ടിയിരുന്ന ആ മൈഗ്രെയിൻ, നിരവധി ചികിത്സകൾ കൊണ്ട് യാതൊരു ശമനവും കിട്ടാതെ വളരെ കഷ്ടപ്പെട്ട ആ കേസ് മാറിപ്പോയി. അപ്പോൾ അത് വളരെ എന്താ പറയുക, ജഡ്ജ്മെൻറ്റ്, കൃത്യമായിട്ട് ജഡ്ജ്മെൻറ്റ്, ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പിൾസിനോട് പരമാവധി ചേർന്ന് നിന്നുള്ള ജഡ്ജ്മെൻറ്റ്. അവിടെ നമ്മൾ റിപ്പീറ്റേഷൻ ചെയ്യുന്നുണ്ട്. റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് ഹോമിയോപ്പതിക്കല്ല. പക്ഷേ അലിയസപ്പയുടെ കാര്യത്തിൽ അതിൻ്റെ എക്സെപ്ഷൻ നമുക്ക് കൊടുക്കാം. എങ്ങനെ? ഈ നേരത്തെ പറഞ്ഞ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഉള്ളിയുടെ ഉപയോഗത്തെ പരിഗണിച്ചുകൊണ്ട് ഒരു എക്സെപ്ഷൻ. അത് വർക്ക് ചെയ്തു, സമ്പൂർണ്ണ വിജയമായിരുന്നു. അതാണ് അലിയസപ്പയുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അത് ഷെയർ ചെയ്യാൻ ആവശ്യത്തിന് വേണ്ടി ഇപ്പോൾ തൽക്കാലം എനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾക്കൊക്കെ ഭാവിയിൽ നിങ്ങളുടെ പ്രാക്ടീസിൽ വളരെ ജുഡീഷ്യസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് എന്തും എപ്പോഴും റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കരുത്. നമ്മളെ അങ്ങനെ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ബയോകെമിസ്ട്രി എടുക്കുക. ബയോകെമിസ്ട്രിയും റിപ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളുണ്ട്. റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ഈ കെൻറ്റിൻ്റെ ലെക്ചേഴ്സിന് ശേഷം ഷൂസ്ലറുടെ 12 ടിഷ്യൂ റെമഡീസ് എന്നുള്ള പുസ്തകം നമ്മൾ എടുക്കും. അപ്പോൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ബയോകെമിസ്ട്രിയിലേക്ക് തിരിയാം. അല്ലാതെ ഹോമിയോപ്പതിയുടെ റിപ്പീറ്റേഷൻ കൊണ്ട് നിങ്ങളുടെ പ്രാക്ടീസിനെ നിങ്ങൾ ബിൽഡപ്പ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത്. അത് ഏതുതരം പൊട്ടൻസി ഉപയോഗിച്ചാൽ പോലും. അലിയസപ്പ ഒരു എക്സെപ്ഷണൽ കേസാണ്. അതുകൊണ്ട് അത് വിശദമായിട്ട് ഞാൻ പറഞ്ഞത്. നമുക്ക് അലിയസപ്പയുടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ചെറിയൊരു ലെക്ചറാണത്, പക്ഷേ എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് അതിൻ്റെ കൂടുതൽ വിശദമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.